ബിസിനസ്സിൽ പലപ്പോഴും നമ്മൾ പല പ്രശ്നത്തിലൂടെയും കടന്നു പോകുന്നുണ്ടാവുക. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ, പ്രോബ്ലംസിനെ നമ്മൾ എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക, നമുക്കതൊന്ന് നോക്കാം. സൊല്യൂഷൻസിനെ കുറിച്ച് ഒരുപാട് തിയറി ഇന്ന് ലോകത്ത് അവൈലബിൾ ആണ്. എങ്കിൽ പോലും 3 ടെർമിനോളജീസ് സൊല്യൂഷൻസിൽ പൊതുവെ പറയാറുണ്ട്. അതിങ്ങനെയാണ് വരുന്നത്. ഞാനൊരു കേസ് സ്റ്റഡിയിലൂടെ പറയാം, അല്ലെങ്കിൽ ഒരു സെനാരിയോ വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു നാട്ടിൽ ഒരുപാട് ആളുകൾ പോവർട്ടി അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കൃത്യമായിട്ട് ഫുഡ് സപ്ലൈ ചെയ്തുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. പക്ഷേ അതാണോ ആക്ച്വലി ഒരു സൊല്യൂഷൻ? ഒരിക്കലും അല്ല. അത്തരം സൊല്യൂഷനെ നമ്മൾ എംപിറിക്കൽ സൊല്യൂഷൻസ് എന്നാണ് പറയാറ്. എന്താണ് ഇതിൽ നിന്നുള്ള ഒരു ആക്ച്വൽ സൊല്യൂഷൻ? എന്തുകൊണ്ട് ആ രാജ്യത്ത് ഇത്രയും ആളുകൾ പോവർട്ടി അനുഭവിക്കുന്നു എന്നുള്ള കാരണത്തെക്കുറിച്ച് പഠിക്കുകയും ആ കാരണം അവിടെ ജോലി ഇല്ലാത്തതിന്റെ പേരിലാണ് അത്തരത്തിൽ ആളുകൾ പോവർട്ടി അനുഭവിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവാണ് നമ്മളെ അടുത്തൊരു സൊല്യൂഷനിലേക്ക് നമ്മളെ നയിക്കുന്നത്. അത്തരം സൊല്യൂഷനാണ് ആക്ച്വൽ സൊല്യൂഷൻ എന്ന് പറയാറുള്ളത്. ഇനി ഇത് മാത്രമാണോ നമ്മളുടെ ഒരു സൊല്യൂഷൻ? കൃത്യമായിട്ട് പറയുമ്പോൾ എന്തുകൊണ്ട് ആളുകൾക്ക് ജോലിയില്ല എന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും അസസ് ചെയ്യുന്ന സമയത്ത് അതിന് സ്കിൽ സെറ്റ് ഇല്ല എന്നുള്ള ഉത്തരമായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പം അവിടെ എഡ്യൂക്കേഷൻ്റെ റെലവൻസും അതുപോലെ തന്നെ അവിടെ ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ, ആ ഒരു കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ആ രാജ്യത്തോ ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്യുകയും അവിടെയുള്ള ഒരുപാട് സാധ്യതകൾ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കാം ഒരു സൊല്യൂഷൻ. അത്തരം സൊല്യൂഷനാണ് നമ്മൾ റിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ബിസിനസ്സിലും ഇത്തരത്തിലാണ്. ഏതൊരു പ്രോബ്ലം വരുന്ന സമയത്തും അവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ആസ് എ ലീഡിംഗ് പേഴ്സൺ ഓഫ് ദി കമ്പനി സിഇഒനെ മനസ്സിൽ വരുന്ന ഡിസിഷൻസ് പുൾ ഓഫ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൽ മിസ്റ്റേക്സ് വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഇന്നർ ഡെപ്ത് കാണാതെ പോകാനുമുള്ളൊരു സാധ്യതയുണ്ട്. അത്തരം സമയങ്ങളിൽ നമുക്ക് നമ്മുടെ ടീമിൽ നിന്ന് സജഷൻ എടുക്കാം, മാനേജേഴ്സിൻ്റെ അടുത്ത് സജഷൻ എടുക്കാം, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ചെയ്തുകൊണ്ട് മറ്റുള്ള ആളുകളുമായിട്ട് നമ്മുടെ കമ്പനിയുടെ പ്രോബ്ലംസ് വളരെ സീക്രട്ടായിട്ട് ഡിസ്കസ് ചെയ്യും. കൺസൾട്ടിങ് എടുത്തുകൊണ്ടും നമുക്ക് ഇത്തരത്തിൽ നമ്മളുടെ ഡിസിഷൻ കറക്റ്റ് ആണോ, ഇത്തരത്തിലുള്ളൊരു സൊല്യൂഷൻ ആണോ ഈ ഒരു സ്റ്റേജിൽ എടുക്കേണ്ടത് എന്നുള്ളത് നമുക്ക് അസസ് ചെയ്യാം. അത്തരത്തിൽ നല്ല സൊല്യൂഷൻസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. കീപ് ഗോയിങ്, കീപ് ഗ്രോയിങ്.